വഖഫ് ബോർഡിൽ നടക്കുന്നത് എന്താണ്? സർക്കാരിന് ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായോ? ഇന്നത്തെ പ്രൈം സ്റ്റോറി. 2025 വഖഫ് നിയമ ഭേദഗതി പ്രകാരം ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത 2 അംഗങ്ങളും ഷിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു അംഗവും ഉൾപ്പെടുത്തണമെന്നതാണ്. ഇത് ചോദ്യം ചെയ്ത് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് അഥവാ ആക്സ്, BJP നേതാവ് ഷോൺ ജോർജ് തുടങ്ങിയവരാണ് കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ഭേദഗതിക്ക് അനുസരിച്ച് 2 ഒഴിവുകൾ സർക്കാർ നികത്തിയിരുന്നില്ല. അമുസ്ലിങ്ങളെയും ഷിയ അംഗത്തെയും ഉൾപ്പെടുത്താതെയുള്ള ബോർഡ് ചട്ടവിരുദ്ധമെന്ന വിലയിരുത്തലിൽ നിലവിലെ ബോർഡ് വേണമെങ്കിൽ പുനഃസംഘടിപ്പിക്കാമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി വന്നപ്പോൾ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകി. ഈ സത്യവാങ്മൂലമാണ് ഇപ്പോൾ വലിയ വിവാദമാവുന്നത്. ഇത് അമുസ്ലിങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്താൻ വഴിയൊരുക്കുന്ന നിലപാടാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെ ആരോപണം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെയാണ് കേരളം ഇപ്പോൾ നീങ്ങുന്നത് എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ഹൈക്കോടതിയിൽ സർക്കാർ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങളെ തള്ളിക്കയറ്റുക എന്ന BJP അജണ്ടയ്ക്ക് പിന്നാലെ പോവുകയാണെന്നും പിണറായി വിമർശനമുന്നയിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ ആകെ സ്തംഭിപ്പിക്കാൻ ഉതകുന്ന തരത്തിലാണ് സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസ്, അതില് ഹർജിക്കാരോടൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഒത്തുകളിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് സംഘപരിവാർ അജണ്ട അനുസരിച്ചുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായി വഖഫ് ബോർഡില് അമുസ്ലിങ്ങളെ തിരികെ കയറ്റാനുള്ള നടപടികളുണ്ടായി. പുതിയ ഭേദഗതി അനുസരിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തിയത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. ആ വഴിക്കാണ് ഇപ്പോ കേരള സർക്കാരും നീങ്ങുന്നത് എന്നാണ് ഉണ്ടായിട്ടുള്ള ദൗർഭാഗ്യകരമായ. സർക്കാർ ഒത്തുകളിക്കുന്നു എന്ന പിണറായിയുടെ ആരോപണം തള്ളുകയാണ് അതേസമയം മുസ്ലിം ലീഗ്. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ കള്ളം പറയുകയാണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വ്യവസ്ഥകൾ പാലിച്ചല്ല ബോർഡ് രൂപീകരിച്ചത് എന്നാണെങ്കിൽ അക്കാര്യം പരിശോധിക്കാമെന്നാണ് സർക്കാർ കോടതിയിൽ നിലപാടെടുത്തതെന്നും PMA സലാം പ്രതികരിച്ചു. മതപരമായ കാര്യങ്ങളിൽ അത് ഏത് മതത്തിന്റെ ആയാലും ഇതര വിഭാഗക്കാർക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ലെന്നാണ് ഈ വിഷയത്തിൽ ലീഗിന്റെ അഭിപ്രായം. അതിന്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയലല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. കേരള ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ പാർലമെന്റിൽ ഈ ബില്ല് ചർച്ചയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മതവിഭാഗത്തിൻ്റെ മതപരമായ കാര്യങ്ങളിൽ മറ്റു മതവിഭാഗങ്ങൾക്ക് അവസരം കൊടുക്കുന്നത് ശരിയല്ല. ദേവസ്വം ബോർഡിൽ മുസ്ലിങ്ങളെ വെക്കാൻ പറ്റില്ല, ചർച്ചുകളിൽ മറ്റു സമുദായങ്ങളെ വെക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ വഖഫിൽ മുസ്ലിങ്ങളല്ലാത്തവർ വരുന്നത് ശരിയല്ല എന്ന വാദം അന്നും ഇന്നും മുസ്ലിം ലീഗിന് എന്നും ഉണ്ടാവും. UDF സർക്കാരിന്റെ ഭാഗമായ ലീഗിന് എങ്ങനെ പറയാൻ പറ്റൂ? പക്ഷേ ഈ വിഷയത്തിൽ കുറച്ച് കടുപ്പിച്ചു തന്നെയാണ് സമസ്ത. BJP നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താല്പര്യമെന്ന് സമസ്ത മുഖപ്രസംഗം ചോദിക്കുന്നു. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിലെ ഹർജികൾ സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറായില്ല. VD സതീശന്റെ സർക്കാരിന് മതേതര പ്രതിച്ഛായ നഷ്ടമാകുന്ന വീഴ്ചയാണിതെന്നും വിമർശനമുണ്ട്. ഈ വീഴ്ചയെ ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ സർക്കാരിൽ നിന്ന് അകലുമെന്നും സമസ്ത മുഖപത്രം മുന്നറിയിപ്പ് നൽകുന്നു. സമസ്തയുടെ മുന്നറിയിപ്പ് മനസ്സിലാക്കി തന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. വഖഫ് വിവാദത്തിൽ മതസംഘടനകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് ഇന്ന് മന്ത്രി N ഷംസുദ്ദീൻ പ്രതികരിച്ചു. അമുസ്ലിങ്ങളെ പ്രതിനിധികളായി ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ AG കോടതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. 4 ഹർജികളും തള്ളണം എന്നതാണ് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വ്യത്യസ്ത കോട്ടകളിൽ നിന്നാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ആ കോട്ടകളൊക്കെ തെറ്റിച്ചാണ് കഴിഞ്ഞ ഗവൺമെൻറ് നാമനിർദ്ദേശം ചെയ്തത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള പോരായ്മകൾ ആ നാമനിർദ്ദേശത്തിനുണ്ട്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം പുതിയ വഖഫ് ഭേദഗതി ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചില്ല എന്നൊക്കെ പറഞ്ഞ് 4 ഹർജികളാണ് വന്നത്. ആ കേസും വഖഫ് ബോർഡിനെതിരെ 4 കേസുകൾ വന്നു, വ്യത്യസ്ത കാര്യങ്ങൾ.
ഒന്ന് ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിൻ്റെ കേസ്, മറ്റൊന്ന് ഷിയ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ്, വേറെ ഒന്ന് ബോറ കമ്മ്യൂണിറ്റി അവർക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്ന്, പിന്നെ മറ്റൊരു പൊതു താൽപ്പര്യ ഹർജി. ഗവൺമെൻറ് ഇതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിൻ്റെ ഭാഗമായി AG എന്താ പറഞ്ഞത്, ഈ 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണം. അതവിടെ റെക്കോർഡ്സിൽ നോക്കൂ. 4 പെറ്റീഷനും ഡിസ്മിസ് ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. വഖഫ് ബോർഡ് വിഷയത്തിൽ പിണറായി വിജയനും മുസ്ലിം ലീഗും തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് കേസിലെ ഒരു ഹർജിക്കാരനായ ഷോൺ ജോർജിന്റെ നിലപാട്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതും കള്ളമാണെന്ന് ഷോൺ ജോർജ് ആരോപിച്ചു. പിണറായി വിജയനും മുസ്ലിം ലീഗും ഈ വിഷയത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കള്ളം പറയുകയാണ്. പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം കേന്ദ്ര നിയമത്തിന് വിരുദ്ധമായി തന്നെ 2 നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെ തന്നെ രൂപീകരിച്ചു എന്നുള്ളതാണ്. പച്ചക്കള്ളമാണ്. അദ്ദേഹത്തിന് ഈ 2 പേരെ ഉൾപ്പെടുത്താതെ അദ്ദേഹം നോട്ടിഫൈ ചെയ്ത ഗസറ്റാണ്. നിയമവകുപ്പിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഈ 2 പേരെ നിയമിച്ചു കൊള്ളാമെന്ന് പിണറായി സർക്കാർ പുറത്തിറക്കിയ ഗസറ്റ് നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഈ 2 പേരെ നിയമിച്ചോളാമെന്ന് തന്നെയല്ലേ പിണറായി പറഞ്ഞത്? പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ അപ്പീൽ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. തൊട്ടു പിന്നാലെ 22-ന് ഹൈക്കോടതിയും കേസ് പരിഗണിക്കുന്നുണ്ട്. കോടതിയിൽ സർക്കാർ എടുത്ത നിലപാട് എന്തായാലും തിരിച്ചടിച്ചിരിക്കുന്നു. ഈ നിലപാടിനെതിരെ സമസ്തയുൾപ്പെടെ രൂക്ഷ വിമർശനം നടത്തുമ്പോൾ സത്യത്തിൽ സർക്കാർ ഒരു കുരുക്കിലാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ബോർഡ് അംഗങ്ങളെ മാറ്റുന്നതിനുള്ള താല്പര്യമാണ് സത്യവാങ്മൂലത്തിലൂടെ പ്രകടിപ്പിച്ചത്. പക്ഷേ അത് ബോർഡിലേക്ക് അമുസ്ലിങ്ങളുടെ പ്രവേശനം അംഗീകരിക്കുന്നതായി മാറുമോ എന്നതാണ് വാസ്തവത്തിൽ ഉയരുന്ന ആശങ്ക. ഈ കുരുക്കിൽ നിന്ന് സർക്കാർ എങ്ങനെ തലയൂരുമെന്നതാണ് ഇനി അറിയേണ്ടത്.